നമസ്കാരം, ഞാൻ വിവേക് ബാലകൃഷ്ണൻ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ദിവ്യ ഗർഭം ഇപ്പോൾ ചർച്ചാ വിഷയമാവുകയാണ്. എനിക്ക് തോന്നിയത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അമ്പ് കൊള്ളേണ്ടടുത്ത് കൊണ്ടപ്പോഴാണ് ഇത്തരത്തിലുള്ള ഗർഭം വീണ്ടും ചർച്ചാ വിഷയമാവുന്നത്. മാത്രമല്ല, ഇതോടൊപ്പം തന്നെ എനിക്ക് തോന്നിയ കുറച്ച് സംശയങ്ങളാണ് ഞാനിവിടെ പങ്കുവെക്കുന്നത്. എനിക്കതറിയില്ല, എനിക്കത്ര എക്സ്പീരിയൻസ് ഉള്ള കാര്യങ്ങളല്ല. അപ്പോൾ എന്നാലും അതുകൊണ്ടാണ് ഈ സംശയങ്ങൾ വരുന്നത്. ഈ സംശയം എന്താണ് എന്നുള്ളതാണ്, രണ്ട് സംശയങ്ങളാണ് എനിക്ക് തോന്നിയത്, അത് പറയാം. അതിന്റെ മുമ്പായിട്ട് നമ്മൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചാനൽ ചർച്ചകൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലാകെ തന്നെ ഒരു സെക്ഷൽ സൈക്കോപാത്താണ് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന നമ്മുടെ പ്രിയ സഹോദരനെ, അങ്ങനെയാണ് ചിലരെല്ലാം വിശേഷിപ്പിക്കുന്നത്. എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. അനുശ്രീയുമായിട്ടുള്ള ഫോട്ടോഷൂട്ട്, ചുവപ്പ് വസ്ത്രം ധരിച്ചുകൊണ്ട് രാഹുൽ നടത്തിയ ഫോട്ടോഷൂട്ടും അതുപോലെ തന്നെ അവിടെ തറക്കല്ലിടുന്ന പരിപാടിയൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ തന്നെ ഈ കുറേ പേർക്ക് ഇതൊന്നും കണ്ട് സഹിച്ച് നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥ ആ സമയത്ത് തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതെങ്ങനെ പ്രതികരിക്കും എന്നുള്ള ഒരു കാര്യത്തിൽ വലിയ ആകുലതകളൊക്കെ അവരെ മനസ്സിലുണ്ടായി എന്നിരിക്കണം. പിന്നീട് സംഭവിച്ച കാര്യം, എലക്ഷൻ ശക്തമായി, എലക്ഷന്റെ പ്രചരണങ്ങളിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തില് ഇറങ്ങുന്നു. പ്രചരണത്തിലെല്ലാ സ്ഥാനാർത്ഥികളെയും വേണ്ട വിധത്തിൽ സപ്പോർട്ട് ചെയ്യുന്നു. ഇതൊക്കെ എങ്ങനെയാണ് സാർ ഒരാൾക്ക് കണ്ടു നിൽക്കാൻ പറ്റുന്നത്? ഇത് എത്രത്തോളം മനുഷ്യൻ സഹിക്കും? അതുകൊണ്ട് തന്നെ കുറെ നാളായിട്ട് മരംമുറിക്കാരനായ ആന്റപ്പനൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിരുന്ന ആ പെൺകുട്ടിയുടെ സമ്മതം കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഇത് പുറത്തു വിടും എന്നൊക്കെ പറഞ്ഞ വലിയ വീരവാദം ഇളക്കിയ സംഭവമാണ് ഇപ്പൊ പുറത്തു വിട്ടിട്ടുള്ളത്. അപ്പൊ ഈ പുറത്തു വിട്ട കാര്യങ്ങളിലാണ് എനിക്ക് സംശയമുള്ളത്. നമുക്കറിയാം, ഇത്തരത്തിലുള്ള ആളുകൾ അല്ലെങ്കിൽ പദവിയിൽ ഇരിക്കുന്നതോ അല്ലെങ്കിൽ സമൂഹത്തിൽ വളരെ മാന്യന്മാരായിട്ട് ജീവിക്കുക, കുറച്ച് പൈസ ഉണ്ടാവുക, ഇതൊക്കെ ഉണ്ടായാൽ തന്നെ അങ്ങോട്ട് നമ്മൾക്ക് ആർക്കും മെസ്സേജ് അയക്കേണ്ട ആവശ്യമില്ല, ഇങ്ങോട്ട് മെസ്സേജുകൾ വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പൊ അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്കറിയാം, ഈ പറഞ്ഞ കാര്യങ്ങളിൽ മെസ്സേജ് വന്ന, അതായത് വാട്സപ്പിൽ മെസ്സേജ് വന്ന ഒരു സ്ക്രീൻഷോട്ട് നമ്മൾ ഇതിനോടകം തന്നെ കണ്ടു കഴിഞ്ഞു. അപ്പോ അതിലാണ് എനിക്ക് ആദ്യത്തെ സംശയം വരുന്നത്. അതിൽ ആദ്യമായിട്ട് അതിന്റെ ഒരു സമയം എന്ന് പറയുന്നത് രാത്രി 12 മണിക്ക് ശേഷം ആണ് മെസ്സേജുകൾ വരുന്നത്. 12:31, 32, 33 ഈ ഒരു ടൈമിലാണ് മെസ്സേജുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മാർച്ചിലാണ് നമ്മൾ കാണാം എന്ന് പറഞ്ഞിട്ട് രാഹുൽ മെസ്സേജിന്റെ ആ ഒരു സ്ക്രീൻഷോട്ടിൽ തുടങ്ങുന്നത്. അപ്പോ മാർച്ചിന്റെ മുമ്പാണ് മെസ്സേജ് അയച്ചത്. ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ഈ കേസ് കേരളത്തിലെ ജനത അറിയുന്നത് ആഗസ്റ്റിലാണ്. ആഗസ്റ്റ് ലാസ്റ്റോട് കൂടിയിട്ടാണ് ഈ ഒരു പ്രശ്നം ചർച്ചാ വിഷയമാവുന്നത്. റിനി എന്ന് പറയുന്ന ഒരു നടി വന്നിട്ട്, നടി എന്നൊന്നും അവരെ വിളിക്കാൻ പറ്റില്ല, ഏതോ ഒരു അലവലാതി അങ്ങനെ പറയാൻ പറ്റുള്ളൂ, അത് അവര് വന്നിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ കുറെ പുലമ്പി. ഇപ്പൊ ശബ്ദമൊന്നുമില്ല, ഇപ്പൊ മിണ്ടാതിരിക്കുകയാണ്. അപ്പോ കാരണം പേയ്മെന്റ് കൊടുത്തതിനൊക്കെ അവർ പെർഫോം ചെയ്ത് കഴിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ ആഗസ്റ്റിലാണ് ഈ ഒരു സംഭവം നമ്മൾ അറിയുന്നത്. മാർച്ചിന് മുമ്പാണ് മെസ്സേജ് അയക്കുന്നത്. അപ്പോ ഒരു പ്രണയത്തിന്റെ പീക്ക് ലെവലിൽ നിൽക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള മെസ്സേജുകൾ പോകുന്നത് എന്ന് നമുക്ക് ആ മെസ്സേജ് വായിക്കുമ്പോൾ തന്നെ അറിയാലോ. അങ്ങനെ ഈ പ്രണയത്തിന്റെ പീക്ക് ലെവലിൽ ഉള്ള മെസ്സേജ് അയക്കുമ്പോൾ എങ്ങനെയാണ് ഈ പെൺകുട്ടി അല്ലെങ്കിൽ ഈ പെണ്ണ് ഇത് സ്ക്രീൻഷോട്ട് എടുക്കുന്നത്? അപ്പോ എന്റെ കെണിയിൽ അയാൾ വീണു എന്ന് ആ പെണ്ണ് മനസ്സിലാക്കിയതിന് ശേഷം സ്ക്രീൻഷോട്ട് എടുത്തതാണോ? നമുക്കറിയില്ല. അതോ ഇതെല്ലാം ഇത്തരം പ്രശ്നങ്ങളായി തേടി പിടിച്ചിട്ട് പോയി സ്ക്രീൻഷോട്ട് എടുത്തതാണോ? അപ്പോ നമ്മൾ മെസ്സേജിൻ്റെതാവുമ്പോ കുറെ സ്ക്രോൾ ചെയ്യേണ്ടി വരുമല്ലോ. അങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇത്രയും 5 മാസങ്ങളോ 3 മാസങ്ങളോ പിന്നിടുന്ന ഒരു പ്രണയിനികളുടെയും ഈ കമിതാക്കളുടെ ഒരു മെസ്സേജിൽ 1 മണിക്കൂർ പോലും യുഗാന്തരങ്ങളായി അനുഭവപ്പെടുന്ന ആ സമയത്ത് എങ്ങനെയാണ് ഇത്രയും മെസ്സേജുകൾ അത്രയും പോയി ഇവർക്ക് സ്ക്രോൾ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ടാവുക എന്നുള്ള ഒരു ചിന്തയുണ്ട്. അല്ലെങ്കിൽ കുറെയൊക്കെ ഡിലീറ്റ് ചെയ്ത് പോയിട്ടുണ്ടാവില്ലേ? അല്ലെങ്കിൽ വാട്സപ്പിൽ തന്നെ കുറെയൊക്കെ ഡിലീറ്റ് ആയി ഓട്ടോമാറ്റിക്കലി പോവുമല്ലോ. അതൊന്നും ഈ 3 മാസത്തിനിടയ്ക്ക് പോയില്ലേ? ഇത് സാധാരണ ഒരു സുഹൃത്തുക്കളോ അല്ലെങ്കിൽ നമ്മുടെ ബ്രദറോ സിസ്റ്ററോ അമ്മയോ അച്ഛനോ അയക്കണ മെസ്സേജുകളാണെങ്കിൽ ചിലപ്പോൾ 1 വർഷം അയച്ച മെസ്സേജുകളും അതിനകത്ത് ഉണ്ടാവും. കാരണം ചാറ്റിംഗ് അധികം നടന്നിട്ടുണ്ടാവില്ല. അതുപോലെയല്ലല്ലോ പ്രണയിക്കുന്ന സമയത്തുള്ള മെസ്സേജുകൾ. അപ്പൊ ഇവർക്ക് എങ്ങനെയാണ് ഈ മെസ്സേജ് കിട്ടിയത് എന്നുള്ളത് എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടുത്തം കിട്ടുന്നില്ല. രണ്ടാമത്തെ കാര്യം, നേരത്തെ അതേ പറഞ്ഞ പോലെ തന്നെ പ്രണയത്തിന്റെ പീക്ക് ലെവലിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവര് വളരെ കെമിസ്ട്രി വർക്ക്ഔട്ട് ആയിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണ് ആ ടോപ്പ് ബാറിൽ നമ്മൾ കാണുന്ന പേര്. എങ്ങനെ
എങ്ങനെയാണ് സാർ ഒരു കാമുകി ഒരു കാമുകന്റെ ഇത്തരത്തിലുള്ള ഒഫീഷ്യൽ നെയിമിൽ പേര് സേവ് ചെയ്യുന്നത്? അതെനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടുത്തം കിട്ടില്ല. അതൊരു സൈക്കോളജിക്കൽ നമ്മളൊന്ന് ജസ്റ്റ് ചിന്തിച്ച ഏതെങ്കിലും കാമുകന്റെ ഫുൾ നെയിമിൽ കാമുകി പേര് സേവ് ചെയ്തിടുമോ? അല്ല, എനിക്കറിയില്ല. ഇനിയിപ്പോ ഇത് എന്താണെന്നുള്ളത് അറിയില്ല. അങ്ങനെ ഒന്നില്ലെങ്കിൽ രാഹുൽ എന്നോ അല്ലെങ്കിൽ അവര് വീട്ടിൽ വിളിക്കുന്ന പേരോ അങ്ങനെയൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ സേവ് ചെയ്തിടുന്നത്. ആ സമയത്താണ് ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ടായിരിക്കാലോ. അപ്പൊ അതൊന്നും വ്യക്തമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു ഫ്രോഡാണ് അല്ലെങ്കിൽ ഇതൊരു വിശ്വസനീയമായ ഒരു കാര്യമായി തോന്നുന്നില്ല. രണ്ടാമത്തത് അതിലെ ഫോൺ കോളുകളാണ്. ഫോൺ കോളുകളിൽ രാഹുൽ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം, നിങ്ങൾ ഹോസ്പിറ്റലിൽ പോവോ, ഹോസ്പിറ്റലിൽ പോയതിന് ശേഷമാണല്ലോ നമുക്ക് നെക്സ്റ്റ് കാര്യങ്ങൾ സംസാരിക്കേണ്ടത് എന്നുള്ളൊരു ഒരു സാമാന്യം ബുദ്ധിയുള്ള ഒരാൾക്ക് അത് മനസ്സിലാവും. വീണ്ടും ഇവരെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, എന്തിനോ വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനി ഇതൊക്കെ ഇവര് സംസാരിക്കുമ്പോഴും സ്വന്തം കാമുകര് വിളിക്കുമ്പോൾ എന്തിനാണ് ഇവർ ഇത് വോയിസ് റെക്കോർഡ് ചെയ്യുന്നത്? അപ്പൊ ഇതെല്ലാം തന്നെ താൻ ട്രാപ്പിലാക്കാൻ പോകുന്നു. അത് ഓട്ടോമാറ്റിക്കലി ഈ ഫോണിലെല്ലാം കോൾ റെക്കോർഡ് ഉണ്ടായിരിക്കും. എനിക്ക് അറിയില്ല കേട്ടോ, ഞാൻ അങ്ങനെ ഫോൺ യൂസ് ചെയ്യുന്ന ആളല്ല. ഞാൻ വളരെ അപൂർവമായിട്ട് ഫോൺ യൂസ് ചെയ്യുന്ന ഒരാളാണ്. ആണെങ്കിൽ തന്നെ വലിയൊരു ടച്ച് ഫോൺ അങ്ങനത്തെ ഫോണുകൾ ഞാൻ യൂസ് ചെയ്യാറ് വളരെ ഇപ്പോൾ ഒരു 3-4 വർഷമായിട്ട് ഞാൻ അങ്ങനെ ഫോൺ യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് എനിക്കറിയില്ല കാര്യം. ഒരു കോള് വരുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി റെക്കോർഡ് ആവുന്ന ഫോണുകൾ ഉണ്ടായിരിക്കാം, അതുകൊണ്ട് റെക്കോർഡ് ആയിരിക്കാം. അങ്ങനെ തന്നെ റെക്കോർഡ് ആയിട്ട് വെക്കുന്ന തരത്തിലുള്ള സ്ത്രീകൾ തന്നെ ഫ്രോഡാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ സത്യസന്ധരാണെങ്കിൽ, നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ വ്യക്തതയും കൃത്യതയും ഉണ്ടെങ്കിൽ നമുക്ക് റെക്കോർഡിങ്ങിന്റെ ഒന്നും ആവശ്യം വരുന്നില്ല. നമ്മൾ കള്ളത്തരങ്ങൾ ഉണ്ടെങ്കിൽ, നമ്മൾ ആരെങ്കിലും കൊടുക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുമോ എന്നുള്ള ആശങ്കയുള്ളവരൊക്കെ ആണ് ഇത്തരത്തിലുള്ള കോൾ റെക്കോർഡ് ചെയ്യുക. അതും ഉഡായിപ്പുകൾ ചെയ്യുന്ന ആളുകളാണ് കൂടുതലും കോൾ റെക്കോർഡ് ചെയ്യുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്വന്തം കാമുകനെ അവിശ്വസിക്കുന്ന ആളുകൾ. അപ്പോ ആ ബന്ധം അങ്ങനെ നിലനിൽക്കുന്ന ടൈമിലാണല്ലോ ഇത്തരത്തിലുള്ള റെക്കോർഡുകൾ ഇവര് ചെയ്യുന്നത്. അപ്പൊ തന്നെ മനസ്സിലാക്കാലോ നമുക്ക് ഇത് എന്തോ കൊടുക്കാനുള്ള പണിയാണ്, എവിടെയോ കൊടുക്കാൻ വേണ്ടി ട്രാപ്പിലാക്കിയിരിക്കുകയാണ് രാഹുലിനെ എന്നും നമുക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാം. ഇതൊക്കെ മനസ്സിലായിട്ടും അല്ലെങ്കിൽ ഇതൊക്കെ അറിയുന്നവരായിട്ടും ഒക്കെ തന്നെ മാധ്യമങ്ങളിൽ ഞെളിഞ്ഞിരുന്ന് കുറെ ഊളകൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. രാഹുൽ ചെയ്തത് അങ്ങനെയാണ്, രാഹുൽ ചെയ്തത് ഇങ്ങനെയാണ്. ഇവിടെ രാഹുലിനെതിരെ ഒരാള് പോലും പോലീസിൽ പരാതി കൊടുത്തിട്ടില്ല. ഇത്രയും മാന്യമായ സ്ത്രീയാണ് ഇവര് എങ്കിൽ ഇവർക്ക് തന്നെ നൽകുന്ന ഒരു റെസ്പെക്ട് ഉണ്ടല്ലോ, ഒരു സെൽഫ് റെസ്പെക്ട് ഉള്ള ഒരാള് എങ്ങനെയാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇത്ര ഒരു വാർത്ത കൊടുക്കുന്നത്? അവർ നിയമപരമായി പോയി ഇത്രയും സോളിഡ് എവിഡൻസ് ഉണ്ടെങ്കിൽ പോലീസിൽ പോയി പരാതി കൊടുക്കുകയല്ലേ ചെയ്യുക, പോലീസ് അതിന് നടപടി എടുക്കുകയല്ലേ ചെയ്യുക. ഇപ്പൊ വേടൻ എന്ന് പറയുന്ന ഒരു ഗായകന്റെ എതിരെ ഒരു പെൺകുട്ടികൾ കേസ് കൊടുത്തു. പോലീസിൽ പോയി സ്റ്റേഷനിൽ പോയി പരാതി എഴുതിയിട്ടാണ് പോലീസ് ആ കേസ് പെറ്റീഷൻ സ്വീകരിച്ചത്. വേടനെതിരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോലീസ് നടക്കുമ്പോൾ വേടൻ ഒളിവിലായി. ഇതെല്ലാം ഇവിടെ ന്യായീകരിച്ച് വെളുപ്പിച്ച് വേടൻ എന്ന് പറയുന്ന ഒരു വളരെ ക്ലീൻ ആയ ഒരു മനുഷ്യൻ എന്ന് തൊട്ടിലിട്ട് ആട്ടി പാടിയുറക്കുന്ന ആളുകളാണ്. അതേ ആളുകളാണ് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി ഫ്രോഡാണ് എന്ന് പറഞ്ഞു നടക്കുന്നത്. ഇതെന്തൊരു വിരോധാഭാസമാണ് സാർ, ഇതൊന്നും മനസ്സിലാവുന്നില്ല. ഒരു സാധാരണ ഒരു സാമൂഹ്യ നിരീക്ഷകന്റെ തലച്ചോറിനെ ആകപ്പാടെ കൂട്ടിക്കുഴയ്ക്കുന്ന രീതിയിലുള്ള ഓരോ കാര്യങ്ങളാണ് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് പാക്ക ഫ്രോഡാണ് ഇവൻ എന്ന് തെളിഞ്ഞിട്ട് പോലീസ് അറസ്റ്റ് ചെയ്യാൻ നടക്കുകയും കോടതി ഇവനെ അറസ്റ്റ് ചെയ്യണമെന്ന് ഉത്തരവിടുകയും ചെയ്ത ഒരു വ്യക്തി ഇവിടെ മാന്യനും യാതൊരു വിധത്തിലുള്ള തെളിവുകളോ അല്ലെങ്കിൽ യാതൊരു വിധത്തിലുള്ള പരാതികളോ പോലീസിന് നൽകാതെ ഒരാൾ കുറ്റക്കാരനാണ് എന്ന് കുറെ പേരിരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ചിന്തിക്കണം സാർ, എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? ഒന്നും മനസ്സിലാവുന്നില്ല. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതില് പറഞ്ഞ കുറച്ച് മറുപടികൾ നമ്മൾ കേട്ടതാണ്. എനിക്ക് പറയേണ്ട സമയത്ത് ഞാൻ പറഞ്ഞുകൊള്ളാം എന്നുള്ളതാണ്. ഈ മാധ്യമ പ്രവർത്തകങ്ങൾ എന്ന് പറയുന്ന ഭൂലോക ചെറ്റകളായി മാറിയിരിക്കുകയാണ്. രാത്രി ഒരു കുപ്പി മദ്യത്തിന്റെ ചൂട്ടിൽ എല്ലാതും കൂടി ഇത് കുടിച്ച് ആസ്വദിക്കുന്ന പരമചെറ്റകളായി ഇവർ മാറുകയും അവരുടെ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി ഇത്തരം ആളുകളുടെ മുന്നിൽ വന്നിരുന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഈ മദ്യത്തിന്റെ കാര്യം പറഞ്ഞതിന് എന്താണ് വ്യക്തത എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, സഞ്ചാരം അവതരിപ്പിക്കുന്ന ആ ഒരു മനുഷ്യൻ ജോർജ് കുളങ്ങര, അദ്ദേഹം
പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ മദ്യം നിർത്താൻ സമ്മതിക്കാത്തത് മാധ്യമപ്രവർത്തകരാണ്. ഈ മാധ്യമപ്രവർത്തകരിൽ എല്ലാവരും തന്നെ മദ്യപിക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു അഭിമുഖത്തിൽ പറയുകയുണ്ടായി. എനിക്കത് അനുഭവമുണ്ട്. ഞാനൊരു മാധ്യമ പ്രവർത്തകനായിട്ട് കുറച്ചു കാലം ജോലി ചെയ്തപ്പോൾ ഈ ഇത്തരത്തിലുള്ള ഫംഗ്ഷനൊക്കെ കഴിയുമ്പോൾ ഇവിടെ മദ്യം കൊണ്ടുവന്ന് വെക്കുകയും അവിടെ എല്ലാവരും കൂടി വന്നത് ആഘോഷിക്കുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ബോധമില്ലായ്മയുടെ രാത്രികളിൽ മെനഞ്ഞെടുത്ത കഥകൾ, പകലുകൾ വന്ന് ഇതുപോലെയുള്ള മാന്യമായി ജനസേവനം ചെയ്യുന്ന ആളുകളുടെ ഇമേജ് തകർക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന കോലാഹലങ്ങൾ മാത്രമാണ് ഇത് എന്ന് ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. പ്രിയ സഹോദരൻ രാഹുലിന്റെ എല്ലാവിധ രാഷ്ട്രീയ ഭാവിക്കും ആശംസകൾ നേരുന്നു. അദ്ദേഹം വളരെ ധീരതയോടെ തന്നെ മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരുപാട് കാര്യങ്ങൾ അതിജീവിച്ചാണ് ഇപ്പോൾ രാഹുൽ നിൽക്കുന്നത്. തീർച്ചയായിട്ടും അത് തുടരുക തന്നെ ചെയ്യും. ഇത്തരത്തിലുള്ള ഓലപ്പടക്കങ്ങളൊന്നും രാഹുലിനെ ബാധിക്കില്ല എന്ന് തന്നെ പറയേണ്ടി വരും. നിർത്തുന്നു. നന്ദി, നമസ്കാരം.